അല്ലു അർജുനൻ നായകനാക്കിയിട്ട് സുകുമാർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുഷ്പ 1 എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്നലെ ടിവിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുവിധപ്പെട്ട എല്ലാവരും ഈ സിനിമ കണ്ടവരാണ്. കാരണം വലിയൊരു ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ് പുഷ്പ എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ പുഷ്പ എന്ന് പറയുന്ന സിനിമയിൽ പുഷ്പരാജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നമ്മുടെ ചന്ദനക്കടത്ത് രാജാവായിട്ടുള്ള അല്ലു അർജുൻ ഒരുപാട് അങ്ങോട്ട് വളർന്ന് പന്തലിച്ചു. ഒരു നാഷണൽ ലെവലിലല്ല, ഇന്റർനാഷണൽ ലെവലിൽ വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു ചന്ദനക്കടത്ത് രാജാവ് അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഡോൺ ആയിട്ടാണ് അല്ലു അർജുൻ സിനിമയിൽ എത്തുന്നത്. പുഷ്പയുടെ ഭാര്യയായിട്ട് എത്തുന്നത് രശ്മിക മന്ദാന, ശ്രീവല്ലി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ചിത്രത്തിന് തനിക്ക് നാഷണൽ അവാർഡ് വരെ ലഭിക്കുമെന്നാണ് രശ്മിക മന്ദാന ഒരു ഇന്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. നല്ല രീതിയിൽ ചന്ദനക്കടത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയിലെ ഡോൺ ആയിട്ടുള്ള പുഷ്പരാജിന്റെ ഭാര്യയായിട്ടുള്ള ശ്രീവല്ലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രശ്മിക മന്ദനക്ക് ഈ അല്ലു അർജുൻ CM-ന്റെ കൂടെ, അതായത് മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരികയാണ്. ആ ആഗ്രഹത്തിന്റെ പുറത്ത് CM-നെ കാണാൻ പോകുകയും CM ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാതെ വരികയാണ്. പിന്നീട് ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ, അതായത് ആ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ പിന്നീട് ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് സിനിമ പറയുന്നത്. മറ്റൊരു വശത്ത് പുഷ്പ 1-ൽ അല്ലു അർജുനെ വിറപ്പിച്ച ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, ബൽബന്ദർ സിംഗ് ഷിഖാവത്ത് എന്ന് പറയുന്ന ഒരു ഫഹദ് ഫാസിൽ ക്യാരക്ടർ, ആ ഒരു ദേഷ്യവും ആ ഒരു ശത്രുതയും കൂടി ഒരു സൈക്കോ കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ എത്തുന്നത്. ഈ സിനിമയിൽ നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്, നല്ലോണം ഫഹദ് ഫാസിലിന് പറ്റുന്ന റോൾ ഉണ്ടല്ലോ, ആ ഒരു റോൾ തന്നെയാണ് ഈ സിനിമയിൽ ഫഹദ് ഫാസിലിന് കൊടുത്തിട്ടുള്ളത്. അതായത് ആ റോള് ഇനി മറ്റാര് ചെയ്താലും ഈ ഒരു ഫഹദ് ഫാസിലിനെ പോലെ ആവില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. ഫഹദ് ഫാസിലിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയായിട്ട് നമുക്ക് തോന്നും. അതിന്റെ പെർഫോമൻസ് ആണ് ഫഹദ് ഫാസിൽ ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അല്ലു അർജുന്റെ ഭാഗത്തോട് വരികയാണെങ്കിൽ ആ ഒരു കൈ പൊങ്ങിയിട്ട് ആ ഒരു വികലാംഗ കഥാപാത്രമായിട്ട് പുഷ്പ 1-ലത്തെ പോലെ തന്നെ ഈ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ലു അർജുന്റെ ആക്ഷനും അതുപോലെ തന്നെ ഡാൻസും, രണ്ട് കാര്യങ്ങളിലും അല്ലു അർജുൻ ആ വികലാംഗ കഥാപാത്രമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ അഴിഞ്ഞാടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. രശ്മിക മന്ദാനയെ നോക്കുകയാണെങ്കിൽ ഒരു ഭാര്യയുടെ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സ്ത്രീ, അത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് വേണ്ടാത്ത രംഗങ്ങളും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സിനിമയിൽ ആവശ്യമുണ്ട് എന്ന് വരെ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. സിനിമയുടെ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എന്ത് നടക്കുമെന്നുള്ള ഒരു ആകാംക്ഷയും ക്യൂരിയോസിറ്റിയും കാര്യങ്ങളുണ്ട്. കാരണം ഓരോ കള്ളക്കടത്തും കാര്യങ്ങളും തടയാൻ ഫഹദ് ഫാസിൽ മുന്നിട്ടിറങ്ങുമ്പോൾ ഈ പറയുന്ന പുഷ്പരാജ് അതിൽ നിന്നെല്ലാം എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഛായാഗ്രഹണം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ സംവിധാനം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ബോറടിക്കുന്നില്ല. സമയം ഏകദേശം 3 മണിക്കൂറിന്റെ അടുത്ത സിനിമയുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഭാഗത്ത് പോലും ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ല. 1-2 പാട്ടുകൾ മാത്രമാണ് ബോറായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാ ഭാഗവും നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. കഥാവൈസ് മാത്രമാണ് ഈ സിനിമയ്ക്ക് ഒരു പോരായ്മയായിട്ട് തോന്നുന്നത്. നട്ടിലുള്ള ഒരു കഥ ഉണ്ടെങ്കിൽ ഈ സിനിമ വേറെ ലെവലിലേക്ക് എത്തിക്കായിരുന്നു. പക്ഷെ ഇത് ഒരു സീരിയസ് മോഡിലൂടെ കഥ പറയുന്ന സിനിമയായിട്ട് പോലും പല ഭാഗത്തും നമുക്ക് ഓരോ പാട്ടുകളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ആ സിനിമയുടെ മൂഡ് കളയുന്ന ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രോ കാര്യം പറയുകയാണെങ്കിൽ വളരെ രസമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു കണ്ടെയ്നറിനുള്ളിൽ 42 ദിവസത്തോളം അല്ലു അർജുൻ താമസിച്ചിട്ട് ജപ്പാൻ എന്ന് പറയുന്ന നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു അത്രയും ഓവർലോഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എങ്ങനെയാണ് 42 ദിവസം ജീവിച്ചു എന്നൊക്കെ നമുക്ക് ചോദിക്കും. ആ ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. ഒരു സാധാരണ തെലുങ്ക് സിനിമയാണ്. വേറെ ഒന്നും അമിതമായിട്ട് പ്രതീക്ഷിക്കേണ്ടെന്ന് തോന്നുന്ന ഒരു ഇൻട്രോയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യേണ്ടത്. കാരണം സിനിമ കണ്ടറിയണം, അതിന് സ്പോയിലറായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു സിനിമയ്ക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീനാണ് കൊടുത്തിട്ടുള്ളത്. വേറെ നല്ല രീതിയിൽ നല്ലൊരു ക്ലൈമാക്സ് ഫൈറ്റ് കൊടുക്കേണ്ട ഒരു സിനിമയിൽ ആ ഒരു പോർഷൻ മാത്രം വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഇപ്പൊ അറിയേണ്ടത് സിനിമ എങ്ങനെയുണ്ട്, സിനിമ ഒന്നാം ഭാഗത്തിനേക്കാളും നല്ലതാണോ എന്നൊക്കെയാണ് അറിയേണ്ടത്. ഞാനീ പറഞ്ഞ പോലെ അല്ലു അർജുനും ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന അവരുടെ കൊടുത്ത ഭാഗങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ BGM ദേവിശ്രീ പ്രസാദ് ആണ്. ബോറാക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ തന്നെയാണ് ആ മൂഡിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. എന്നിരുന്നാലും ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് കഥാബേസ് നോക്കുമ്പോൾ ചെറിയൊരു പോരായ്മ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രോ, അതുപോലെ തന്നെ ക്ലൈമാക്സ് ഫൈറ്റ്, ഈ 3 കാര്യങ്ങൾ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ സിനിമ നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കാമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയുന്നത്, സിനിമയ്ക്ക് 3-ാം ഭാഗം ഉണ്ട്. സിനിമ വിജയിക്കുകയാണെങ്കിൽ 3-ാം ഭാഗം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. കാരണം പുഷ്പ ഒരു വിധത്തിൽ എല്ലാ കാര്യങ്ങളും സോൾവ് ആക്കി കൊണ്ടുവന്നിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ പുതിയ ആളുകളുടെ രംഗപ്രവേശനം വരുന്നു, പുതിയ ഒരു കഥ ഉടലെടുക്കുന്നു, 3-ാം ഭാഗം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു വരുന്ന സൂചനകളുമായിട്ട് സിനിമ അവിടെ അവസാനിക്കുകയാണ്. ടിപ്പിക്കൽ തെലുങ്ക് സിനിമ എങ്ങനെയാണോ അതേപോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആ ഒരു മൈൻഡ് വെച്ചിട്ട് സിനിമ കാണുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാതെ നമ്മൾ തെലുങ്കിൽ നിന്നൊക്കെ എപ്പോഴെങ്കിലും വന്ന് സംഭവിക്കുന്ന നല്ല നല്ല സിനിമകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത്ര എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ ആദ്യ ഷോ ആണ് കണ്ടത്. അപ്പൊ നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ ലെങ്ത് കുറക്കുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല.